കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്. നമസ്കാരം. ഞാൻ വ്യാസ കോളേജിൽ നിന്നും ഫിസിക്സ് പ്രൊഫസറായി റിട്ടയർ ചെയ്ത പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഇപ്പോൾ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വടക്കാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗഹൃദം സെന്ററിൻ്റെ ഡയറക്ടറാണ്. അപ്പൊ രാമായണത്തില് രാമൻ, അതില് ഇപ്പൊ നമുക്കറിയാം ശാസ്ത്രത്തിന് പല വിഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ജനിതക ശാസ്ത്രം, ഉൽപ്പത്തി, ജനങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ജീവികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ചുള്ള ആ ശാസ്ത്രമാണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ജനിതക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാമായണത്തിൽ പറയുന്ന കാര്യം നമുക്കറിയാം. ഇന്നത്തെ ജനിതക ശാസ്ത്രവുമായി ഒട്ടും പൊരുത്തപ്പെടാത്ത രീതിയിലാണ് അതിൽ ഓരോന്നും പ്രതിപാദിച്ചിട്ടുള്ളത്. പ്രധാനമായി തന്നെ നമുക്കറിയാം, ഇപ്പൊ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സീത എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, രാമായണങ്ങള് 300-ലധികം രാമായണങ്ങളാണ് ഉള്ളത്. കൃത്യമായി പറഞ്ഞാൽ 301 രാമായണങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഈ 301 രാമായണങ്ങളിലും ഓരോ കഥാപാത്രങ്ങളുടെ ജന്മവും ജീവിതവും ഉത്ഭവവും എല്ലാം വ്യത്യസ്തമായിട്ടാണ് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സീതയെ സംബന്ധിച്ച് പറയുമ്പോൾ സീതയുടെ ജനനം അല്ലെങ്കിൽ സീത എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് വാൽമീകി രാമായണത്തിൽ സീത ഭൂമി പുത്രിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് സീത ഉണ്ടായി എന്നാണ്. അതെങ്ങനെ ഉണ്ടായി എന്നതിൽ പറയുന്നില്ല. ഭൂമിയിൽ നിന്ന് സീത ഉണ്ടായി, ഭൂമി പുത്രിയാണ് സീത എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നു. അത്ഭുത രാമായണത്തിൽ രക്തത്തിൽ നിന്നാണ് സീത ഉണ്ടായത് എന്നാണ് പറയുന്നത്. അഗ്നിയിൽ നിന്നാണ് സീത ഉണ്ടായതെന്ന് ആനന്ദ രാമായണത്തിൽ പറയുന്നു. ഇനി ദശരഥ പുത്രിയാണ് സീത എന്ന് ഇന്തോനേഷ്യൻ രാമായണങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ സീതയുടെ ജനനത്തെ സംബന്ധിച്ച് തന്നെ ശാസ്ത്രവുമായി ബന്ധപ്പെടാത്ത പല കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി ശ്രീരാമന്റെ ജനനം തന്നെ നമുക്കറിയാം. പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ടാണ് ശ്രീരാമൻ ഉണ്ടാകുന്നത്. യാഗം നടത്തിയപ്പോൾ പായസം ലഭിച്ചു. ആ പായസം നമ്മളുടെ കൈകേയിക്കും കൗസല്യക്കും അതുപോലെ തന്നെ എല്ലാം മറ്റുള്ളവർക്കൊക്കെ വിതരണം ചെയ്തപ്പോൾ അതിൽ നിന്ന് ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ഒക്കെ ഉണ്ടായി എന്നാണ് അതിൽ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്രം അനുസരിച്ച് പായസം കഴിച്ചതുകൊണ്ട് ഗർഭം ധരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതൊക്കെ ശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത ചില പ്രതിപാദ്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി അതുപോലെ അതിൽ ആരോഗ്യശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതില് മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു ഔഷധം ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ മരിച്ച ആളെ ജീവിപ്പിക്കുന്ന ഒരു ഔഷധമാണ്, ഔഷധ ചെടിയാണ് മൃതസഞ്ജീവനി. അങ്ങനെ ഒരു ചെടിയും ഇന്ന് നിലവിലില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതൊക്കെ സങ്കല്പങ്ങളിലെ കാര്യങ്ങളാണ്. അതൊന്നും പ്രായോഗിക ശാസ്ത്രത്തിൽ സാധുതയുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ സേതുബന്ധനം എന്ന് പറയുന്ന സംഗതിയില് സേതുബന്ധന സമയത്ത് ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നതിനായി അവിടെ ചിറകെട്ടുന്നതിന് വേണ്ടി കല്ലുകളും മരങ്ങളും ഒക്കെ ഓരോരുത്തർ കൊണ്ടിടുമ്പോൾ അതെല്ലാം താന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് ചിറകെട്ടുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി നളൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവിടെ ഉണ്ടാക്കുകയും ആ നളൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വരം കിട്ടിയതിൻ്റെ ഭാഗമായി
നളൻ ഇടുന്ന കല്ലുകൾ അല്ലെങ്കിൽ എന്ത് സാധനം വെള്ളത്തിലിട്ടാലും അത് പൊന്തിക്കിടക്കും എന്ന് പറയുന്ന ഒരു സംഭവം അതിൽ വിവരിക്കുന്നുണ്ട്, രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും നമുക്കറിയാം, ഒരു കല്ല് വെള്ളത്തിൽ പൊന്തിക്കിടക്കണമെങ്കിൽ അതിന് വേണ്ടതായ എന്ത് ശാസ്ത്ര തത്വമാണ് അതിന്റെ പുറകിലുള്ളത് എന്ന് നമുക്കറിയാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് അവിടെ വരുന്നത്. പക്ഷെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളോ അങ്ങനെയുള്ള ഒരു കാര്യവും അറിയില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അവിടെ കല്ലങ്ങനെ പൊന്തിക്കിടന്നു എന്നുള്ളത് നളന്റെ കൈവശം കിട്ടുന്ന കല്ലുകളും മരങ്ങളും വെള്ളത്തിലിടുമ്പോൾ പൊന്തിക്കിടന്നു, അങ്ങനെ ചിറകെട്ടി എന്ന് പറയുന്ന പ്രതിപാദ്യം തീർച്ചയായിട്ടും ആധുനിക ശാസ്ത്രത്തിന് നിരക്കാത്തതാണ് എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമസ്കാരം. കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്